എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ സ്റ്റെയർ കേസ് ഏരിയയിലുള്ള കുറച്ച് ലൈവ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. ഒരു ചേഞ്ച് എപ്പോഴും ആവശ്യമാണ് അല്ലേ നമുക്ക്. നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയാൽ ഒരു രസമായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചേഞ്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പ്ലാന്റ്സ് മാറ്റി മാറ്റി വയ്ക്കാറുണ്ട്. അതിൻ്റെ ഔട്ടർ പോട്ട് മാറ്റും, പ്ലാന്റ്സ് മാറ്റും, അങ്ങനെ ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം മാറ്റി വെച്ചതാണ് ഇത്. ഈ ഔട്ടർ പോട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഔട്ടർ പോട്ട്സ് കിട്ടും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്ലാന്റ്സൊക്കെ ഔട്ട്ഡോർ തന്നെയാണ്. അപ്പോൾ ഏകദേശം ചില പ്ലാന്റ്സ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ മണി പ്ലാന്റ്സൊക്കെ ശരിക്കും ഏകദേശം 1 മാസം ആകുമ്പോൾ ഈ മണി പ്ലാന്റൊക്കെ കേടുവരും. നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടി വരും. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടതായിട്ട് വരും 1 മാസം കഴിയുമ്പോൾ. അപ്പോൾ ചില പ്ലാന്റ്സ് അതിൽ മണി പ്ലാന്റ്സ് തന്നെ ഗ്രീൻ ലീഫ് പോത്തോസൊക്കെ ആണെങ്കിൽ വളരെ കാലം കേടുകൂടാതെ ഇരിക്കും. അതും ജനലിനടുത്ത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ വെക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെയർ കേസ് ഏരിയ ആയതുകൊണ്ട് അവിടുത്തെ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള പ്ലാന്റാണ് ഞാനിപ്പോൾ ഈ ജനലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതിന് നന്നായിട്ട് സൺലൈറ്റ് ഇൻഡയറക്റ്റായിട്ട് കിട്ടണം, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. ഒരു ബ്രൗണിഷ് കളർ വരും ഇലയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നേരെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് വെളിച്ചം കിട്ടും. നമ്മളിത് 1 മാസമൊക്കെ കഴിയുമ്പോൾ മാറ്റി വയ്ക്കണം. 1 മാസമൊക്കെ ഇരിക്കുമായിരിക്കും, അത്രേ ഇരിക്കുള്ളൂ. അപ്പോഴേക്ക് ഇലകളൊക്കെ അങ്ങനെ ബ്രൗൺ കളറായിട്ട് തുടങ്ങും, ബ്രൗൺ സ്പോട്ട്സ് വരും ഇലകളിൽ. ആ സമയത്ത് നമ്മൾ ഇതിനെ മാറ്റിയിട്ട് ഇത് പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് വേറെ സെറ്റ് ഓഫ് പ്ലാന്റ്സ് എടുത്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് സ്ഥിരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും പ്ലാന്റ്സ് മാറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട്. പ്ലാന്റ്സ് മാറ്റുമ്പോൾ അതിനൊരു പുതിയ ലുക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഇടുന്നത്. ഒരു രസം, അത്രയേ ഉള്ളൂ, ഒരു ടൈം പാസ്. അപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീട്ടിൽ വെറുതെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മനസ്സിൽ ചെകുത്താനൊന്നും കയറിക്കൂടില്ല, വേണ്ടാത്ത ചിന്തകൾ വരില്ല, നല്ല തോട്ട്സ് മാത്രമേ വരും. പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും നമുക്ക്. ജീവിതത്തിൽ ഇങ്ങനെ ഒരേ രീതിയിൽ പോകാതെ ഇടയ്ക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ഒന്നുകിൽ അതൊരു ട്രിപ്പാവാം, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിലെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റലാകാം, ഇൻഡോർ പ്ലാന്റ്സ് മാറ്റലാകാം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ നോക്കുക ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് മാറ്റാം. റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റാം, ബെഡ്ഷീറ്റ് മാറ്റുക, പിന്നെ അതുപോലെ പില്ലോ കവേഴ്സ്, അതുപോലെ കുഷ്യൻ കവേഴ്സ് മാറ്റുക. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്താൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വളരെ പീസ്ഫുള്ളായിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഇന്ന് വെച്ചതാണ് കേട്ടോ. ജനലിനടുത്ത് തന്നെയാണ് ഇതും. സ്റ്റെയർ കേസിന് ചുവട്ടിലുള്ള ജനലിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെ പ്ലാന്റ്സ് നന്നായിട്ട് വളരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വെച്ച പ്ലാന്റ് ശരിക്കും എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് അത് പോയി നന്നായി വളർന്നില്ല. അപ്പോൾ അതിനെ മാറ്റി ഞാൻ പുതിയ പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ റെസിസ്റ്റൻസ് ഉള്ള ഒരു പ്ലാന്റാണ്. മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത്. 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈ ഒരു ബോട്ടിലിൽ, സാധാരണ ബോട്ടിലാണ് കേട്ടോ. ബോട്ടിൽ വെറുതെ അതിനകത്ത് വെള്ളം നിറച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ വേറൊരു പ്ലാന്റ്, ഇത് 1 മാസത്തിലധികമായിട്ട് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇലയൊന്നും മോശമൊന്നും ആയിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഗോൾഡൻ പോത്തോസാണ്. ചെറിയ ഗോൾഡൻ സ്പോട്ട്സും കൂടിയുള്ള ഗ്രീൻ ലീഫ് പോത്തോസിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗോൾഡൻ സ്പോട്ട്സും കൂടിയുള്ള ഒരു തരം പോത്തോസാണ്. ഇത് ഇൻഡോർ പ്ലാന്റ് ആക്കി വയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ലീഫ് പോത്തോസാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. കാരണം നമ്മളെ മനസ്സിൽ എന്തായാലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. അതിനെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. താങ്ക് യു.